ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. കനത്ത മഴയെ തുടർന്ന് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കൊല്ലക്കോട് പ്രദേശത്ത് മണ്ണിടിച്ചിൽ. കുന്നത്ത് സുരേഷിന്റെ വീടിന്റെ സൈഡ് ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭ വാർഡ് 29 കൊല്ലക്കോട് കരിവട്ടി പ്രദേശത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. കുന്നത്ത് സുരേഷിന്റെ വീടിനോട് ചേർന്നുള്ള ഉയർന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വീടിന്റെ സൈഡ് ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. മണ്ണിടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണരുകയായിരുന്നു. മണ്ണും കല്ലും വീടിന്റെ സൈഡ് ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുകയും വീട്ടിലേക്ക് മണ്ണ് കയറുകയും ചെയ്ത നിലയിലായിരുന്നു. സൗണ്ട് കേട്ടിട്ടേ പിന്നെ ഉറക്കത്തിൽ നീച്ചു നോക്കിയാണ്. അപ്പം മണ്ണിടിച്ചിലായിരുന്നു. അങ്ങനെ ഒരു 4-4:30 മണിയായിരുന്നു ആ സമയത്ത്. തുടർന്ന് വീട്ടുകാർ വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചു. കൗൺസിലർ വില്ലേജ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാതായ്ക്കര വില്ലേജ് ഓഫീസറും ജിയോളജി വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അടിയന്തര നടപടിയായി വാർഡ് കൗൺസിലർ ഫാസിലിന്റെ നേതൃത്വത്തിൽ മണ്ണുമാറ്റൽ പ്രവൃത്തികൾ നടത്തി. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മണ്ണുമാറ്റൽ പ്രവൃത്തികളും ചെയ്യുന്നതായി വാർഡ് കൗൺസിലർ പറഞ്ഞു. ഇന്ന് രാവിലെ നല്ല മഴ പെയ്യുന്ന സമയത്ത് സുരേഷേട്ടൻ വിളിച്ചിരുന്നു. ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ മണ്ണിടിഞ്ഞിട്ട് വീട്ടിലേക്ക് മണ്ണായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച സമയത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടത്. ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ട് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പുലർച്ചെ ഒരു 4 മണിക്കാണ് സംഭവം നടന്നത് എന്നാണ് പറയണത്. നല്ല ഭയാനകമായിട്ടുള്ളൊരു ശബ്ദത്തോട് കൂടിയിട്ട് ആ ഒരു ഭാഗം ഇടിഞ്ഞു വീഴാണ് ചെയ്തത്. നമ്മൾ അപ്പം തന്നെ വില്ലേജ് ഓഫീസറെ അറിയിച്ചു. മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനൊക്കെ വിളിച്ചിരുന്നു. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ വന്ന് സ്ഥലം പരിശോധിച്ചു. അതിനുശേഷം ജിയോളജി വകുപ്പിൻ്റെ ആളുകൾ വന്നിട്ടും സ്ഥലം പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ മണ്ണ് ഉടനെ തന്നെ മാറ്റാനുള്ള ഒരു സംവിധാനം ചെയ്തു. തൂങ്ങിക്കിടക്കുന്ന ഭാഗത്ത് ഇനിയും ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ഭാഗത്തുള്ള മണ്ണൊക്കെ ഏകദേശം നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.